ചേട്ടൻ വിചാരിച്ചിരുന്നു ഇപ്പോൾ എവിക്ഷൻ ആകുമെന്ന് വിചാരിച്ചിരുന്നു? ഞാൻ അറിയില്ല. ഞാൻ നന്നായിട്ട് ഗെയിം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കി പറഞ്ഞത് ജനങ്ങളാണല്ലോ ഇതൊക്കെ തീരുമാനിക്കണം. നിങ്ങളെയല്ലേ ഇതൊക്കെ തീരുമാനിക്കണം. അപ്പോൾ അറിഞ്ഞൂടാ, എന്തായാലും നോക്കാം നമുക്ക്. ഈ മസ്താനി പറയേണ്ടത് ചേട്ടൻ ഭയങ്കരമായിട്ട് തെറി വിളിച്ചു, അതുകൊണ്ടാണ് പുറത്തു പോയെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനോ? ആ, കുറിച്ച് അറിയില്ല. മസ്താനി അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ശരിയായിരിക്കും ചിലപ്പോൾ. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. മസ്താനി എന്ന് പറഞ്ഞ ആള് ഒന്നും പറയാതിരിക്കുന്ന ഒരാളുമല്ല. അതെ അതെ, ഞാനും ഒന്നും പറയാതിരിക്കുന്ന ആളല്ല. ഒന്നും ഇപ്പൊ പറയാനില്ല. പുള്ളി പ്രോഗ്രാം കാണട്ടെ, വന്നതല്ലേ ഉള്ളൂ. പുള്ളി പ്രോഗ്രാം കാണട്ടെ, കണ്ടിട്ട് പുള്ളി പറയും. നമുക്ക് കാണാം, എന്തായാലും സന്തോഷം. അനുമോളെ കുറിച്ച് എന്താ പറയാനുള്ളത്? അനുമോൾ എല്ലാവരും നല്ല പ്ലേയേഴ്സാണ്. അനുമോളുടെ നാടകം ഇല്ല, എല്ലാവരും നല്ല പ്ലേയേഴ്സാണ്. അത് എല്ലാവരും അവരവരെ ഗെയിമുകൾ കളിക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഗെയിം കളിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കിയൊക്കെ ജനങ്ങളാണല്ലോ ഇതൊക്കെ തീരുമാനിക്കണം, ഞാനല്ലല്ലോ. അല്ല, ചേട്ടൻ അറ്റ്ലീസ്റ്റ് അവിടെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വട്ടം പോലും കാണാത്ത എത്രയോ ആൾക്കാർ അവിടെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, എന്താണെന്ന് സംഭവം എനിക്കും പിടുത്തം കിട്ടിയിട്ടില്ല. ഇന്നലെ ഞാൻ എവിക്ഷനായി പുറത്തിറങ്ങി. ഈ നിമിഷം വരെ എനിക്കും പിടികിട്ടിട്ടില്ല എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ എവിക്ഷൻ ആയെന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല. അപ്പോൾ അത് നിങ്ങളെല്ലാവരും എന്നെ അറിയുന്ന ആൾക്കാരല്ലേ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരല്ലല്ലോ. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, എന്തായിരിക്കും ഒരു തെറി വിളിച്ചതിൻ്റെ പേരിൽ പുറത്താവും അങ്ങനെ ഫിസിക്കലായിട്ട് ഒരുപാട് കണ്ടസ്റ്റന്റ് ഈ സീസൺ പോലും ആ ചോദ്യത്തിന് പ്രശസ്തി ഇല്ല. മസ്താനി പറഞ്ഞ ചോദ്യത്തിന് പ്രശസ്തി ഇല്ല. ഒരാൾ തെറി പറഞ്ഞു എന്ന് കരുതി എവിക്റ്റ് ആക്കണമെങ്കിൽ എത്ര പേരെ കഴിഞ്ഞ സീസണുകളിലൊക്കെ എവിക്റ്റ് ആക്കണം? അതൊന്നും ആയിരിക്കില്ല. അപ്പൊ അനുമോളൻ ഈ സീസണിൽ ഒരുപാട് പേരെ ഫിസിക്കലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അനുമോൾക്കെതിരെ ഇതുപോലെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ബിഗ് ബോസിന് അനുമോളോടുള്ള പ്രത്യേകം അങ്ങനെയൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. കാര്യം ഞാൻ നന്നായിട്ട് ഗെയിം ചെയ്യാനുള്ള എൻ്റെ വളരെ ശ്രദ്ധയോടുകൂടി വളരെ സിൻസിയറായിട്ട് തന്നെയാണ് ഞാൻ ഗെയിമിൽ നിന്നിട്ടുള്ളത് 100%. ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. അതിലൊരു വിഷമവും ഇല്ല എനിക്ക്. ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. സിനിമയാണല്ലോ നമ്മുടെ സ്പേസ്. അടുത്ത സിനിമയെ കുറിച്ചിട്ട് സിനിമ അടുത്ത അനന്തൻകാട് പോസ്റ്റർ ഇറങ്ങിയല്ലോ. മുരളി ഗോപി ചേട്ടൻ്റെ ടിയാൻ്റെ ഡയറക്ടർ GN കൃഷ്ണകുമാർ സാർ സംവിധാനം ചെയ്യുന്ന അനന്തൻകാടിലാണ് ഇപ്പം പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന പടം. അപ്പോൾ നമുക്ക് ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അനുമോളെ ഭയങ്കരമായിട്ട് കീറി മുറിച്ചായിരുന്നു ലാലേട്ടൻ. അത് കാരണം ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നടക്കാത്ത സംഭവം നടന്നു എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഈ ആര്യൻ ജിസേൽ തമ്മിലുള്ളൊരു സംഭവം. ആ ചേട്ടൻ എന്താ തോന്നുന്നത് ആ ഒരു സംഭവത്തിൽ? അത് ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ തന്നെ എന്നോട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരിക്കലും സത്യസന്ധമായ കാര്യമല്ല, അത് ഫേക്കായിരുന്നു, അത് പൊളിഞ്ഞല്ലോ. പക്ഷെ അനുമോൾ ഇപ്പോൾ അത് ഉറച്ചു നിൽക്കുന്നുണ്ട് കണ്ടെന്ന് പറഞ്ഞിട്ട്. അത് അനുമോളെ മണ്ടത്തിലായിരിക്കും. എന്താ ഒരു മാറ്റം വന്നു ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ പിന്നുള്ളത്? പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല, ഇങ്ങനെ തന്നെയാണ്. ഞാൻ പണ്ടും ഇങ്ങനത്തെ അറിയാമല്ലോ, പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ. എനിക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവത്തുമില്ല. അപ്പോൾ എല്ലാവിധ താങ്ക് യു.